ആ നിങ്ങൾ വന്നോ? ഇവിടെ തന്നെ എന്താ നിന്ന് കളഞ്ഞ്? കേറി വാ. സാറുണ്ടോ? സാറകത്തുണ്ട്, വാ. കേറി വാ കേട്ടോ. ഇരിക്കുക കേട്ടോ, സാർ ഇപ്പൊ വരും. ആ, എല്ലാവരും എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, ഇരിക്കെ ഇരിക്കെ. അല്ല സാർ, എന്താണ് വിശേഷം? പെട്ടെന്നൊരു ഫംഗ്ഷൻ, എന്താണെന്ന് മനസ്സിലായില്ല. സാർ, ഓഫീസിലുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ എന്തിനാണെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. മക്കളുടെ പിറന്നാളാണെന്ന് തോന്നുന്നു, ലക്ഷണം കണ്ടിട്ട്. അതെ, പിറന്നാളാണ്. എന്നിട്ട് അവരെവിടെ? രണ്ടാലും രാവിലെ ക്ഷേത്രത്തിൽ പോയതാ, ഇപ്പൊ എത്താറായിട്ടുണ്ട്. ഈ കേൾക്കുന്ന പാട്ട് സാറിന് ഇഷ്ടമാനാണോ സാറേ? ആ, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഓഫീസിലും ഈ പാട്ട് തന്നെ കേൾക്കാറുണ്ട്. കണ്ണടച്ചൊന്ന് ആസ്വദിച്ചാൽ പഴയതൊക്കെ ഓർമ്മ വരും. അതൊക്കെ ഒരു കാലം. സാറാ പറഞ്ഞത് നേരാ, എനിക്കും തോന്നിയിട്ടുണ്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. സാർ, യെസ്. സാറിന്റെ ചെറുപ്പത്തിലുണ്ടായ സംഭവങ്ങൾ സാറിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ. ഏയ്, ചെറുപ്പത്തിൽ അങ്ങനെ മറക്കാൻ കഴിയാത്ത സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒന്ന് ഓർത്ത് നോക്കൂ സാർ. അതൊക്കെ ഒരു കാലം. സ്കൂൾ ജീവിതം മറക്കാൻ പറ്റില്ല. പിന്നെ അയൽപ്പങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം കലഹം മാത്രം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറ സാർ. ചെറുപ്പത്തിലെ വേണ്ട, ജീവിതത്തിൽ സംഭവിച്ചത് പറഞ്ഞ മതി സാറേ. ചെട്ടിയൂർ ഗ്രാമം. ഇത് കാഞ്ചിയമ്മ. പ്രായത്തിൻ്റെ അസുഖങ്ങളൊന്നും കാഞ്ചിയമ്മയെ തളർത്താറില്ല. കാരണം എയ്ഡ്സ് എന്ന രോഗമുള്ള തൻ്റെ കൊച്ചുമകൾക്ക് താൻ മാത്രമാണ് അഭയമായി ഉള്ളത്. ആയതിനാൽ അവളെ വളർത്താൻ ഈ പ്രായത്തിലും കാഞ്ചിയമ്മ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു കഴിയുന്ന ആ മുത്തശ്ശിക്കും കൊച്ചുമകൾക്കും ഇന്ന് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. കാഞ്ചിയമ്മയുടെ മകളുടെ മകളാണ് വീണ. ഇത് വീണ, കാഞ്ചിയമ്മയുടെ കൊച്ചുമകൾ. വീണയുടെ അച്ഛനും അമ്മയ്ക്കും കൽക്കട്ടയിലായിരുന്നു ജോലി. വീണയെ ഗർഭിണിയായപ്പോൾ അമ്മയ്ക്ക് എയ്ഡ്സ് എന്ന രോഗം ബാധിച്ചു. അങ്ങനെ പ്രസവത്തോടെ അമ്മ മരിച്ചു. വീണ മോൾക്ക് 2 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും മരിച്ചു. മുത്തശ്ശിയുടെ കൂടെയായിരുന്നു വളർന്നത്. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് കുത്തിവയ്പ്പിന് ആരോഗ്യപ്രവർത്തകർ സ്കൂളിലെത്തിയപ്പോൾ രക്തപരിശോധനയിൽ ആണ് വീണയ്ക്കും അവളുടെ അമ്മയുടെ അതേ രോഗം ആയ എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിച്ചത്. അങ്ങനെ അവളെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കി. വീടിനുള്ളിൽ തന്നെയായിരുന്നു വീണയുടെ പിന്നീടുള്ള ജീവിതം. നമുക്ക് അവരിലേക്കൊന്ന് ചെല്ലാം. മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഇനി മുത്തശ്ശി ജോലിക്ക് പോണ്ട. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? ഞാൻ പോവാ മുത്തശ്ശി ജോലിക്ക്. അതൊന്നും വേണ്ട. മുത്തശ്ശിക്ക് ആവുന്ന കാലം വരെ നമ്മൾ ജീവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കുട്ടി ആലോചിക്കുന്നത്? മുത്തശ്ശി എന്നാ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്? എന്റെ പിറന്നാൾ ഒരിക്കലെങ്കിലും നമുക്ക് നടത്തേണ്ടേ മുത്തശ്ശി? നടത്താം മുത്തശ്ശി, നടത്താം. എന്റെ പിറന്നാൾ ആഘോഷത്തിന് കേക്ക് വേണം, നല്ല ഉടുപ്പ് വേണം, പിന്നെ മുത്തശ്ശിക്കും വേണം നല്ലൊരു ഉടുപ്പ്. മുത്തശ്ശിക്ക് വേണ്ട, മോക്ക് വാങ്ങാം. അതെന്താ വേണ്ടാത്തത്? പൈസ ഇല്ലാത്തതും കൊണ്ടാണോ? എന്റെ ഈ മൂക്കൂത്തി വിൽക്കാൻ മുത്തശ്ശി, ഇത് ഞാൻ ഊരിത്തരാം.
ആരാ കാഞ്ചിയമ്മ ഇത്? എൻ്റെ കൊച്ചുമോളാ മോളെ ഇത്. മോളങ്ങ് പോ, മോക്ക് പനിയാ, പകരും. അമ്മ കാണണ്ട, മോളങ്ങ് പോ. എന്താ കാഞ്ചിയമ്മ ഇവിടെ? അമ്മ, ആ ഇത് ഇതാരാ? കൊച്ചുമോളാ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? പോയി കളിച്ചോ രണ്ടാളൂടെ. കാഞ്ചിയമ്മ നോക്ക്, കാഞ്ചിയമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിൻ്റെ രോഗം മറ്റൊരു കുഞ്ഞിന് പകരുമെന്നല്ലേ? ആ രോഗം പകരുന്നത് സിറിഞ്ച് വഴിയോ രക്തങ്ങളിലൂടെയോ പിന്നെ അമ്മമാർ വഴി കുഞ്ഞുങ്ങളിലേക്കോ ഒക്കെയാണ്. അല്ലാതെ കാഞ്ചിയമ്മ കരുതുന്നത് പോലെ അവർ കുഞ്ഞുങ്ങളുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത് കൊണ്ടോ അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ അവരൊന്നിച്ച് അവരുടെ ഉടുപ്പുകൾ പരസ്പരം മാറിയിടുന്നത് കൊണ്ടോ ഒന്നും ഈ രോഗം പകരുന്നില്ല. കാഞ്ചിയമ്മ ഒന്നും മനസ്സിലാക്കണം. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താതെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത്. കുഞ്ഞു മനസ്സല്ലേ, അവരെ വിഷമിപ്പിക്കാൻ നമ്മൾ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി മോളെ ഒറ്റപ്പെടുത്തി എങ്ങും മാറ്റിയിരുത്തരുത്. മുത്തശ്ശി, കണ്ണുറക്കും മുത്തശ്ശി. മുത്തശ്ശി, 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 മുത്തശ്ശി. ആ ഉണർന്നോ? മിടുക്കിയായല്ലോ. എന്താ? ഓ സാരമില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ മോക്ക്, വിഷമിക്കണ്ട കേട്ടോ. മോളിനി ഒന്നും പേടിക്കണ്ട. അച്ഛനുണ്ട് കൂടെ, അമ്മ താണ്ടെ, സഹോദരിയുണ്ട്. മക്കളെ, നിങ്ങൾ അകത്തോട്ട് വരുന്നില്ലേ? ഇവിടെ തന്നെ നിൽക്കുന്ന എന്താ? ഞങ്ങളുടെ കുട്ടിക്കാലം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മേ? ഇവരെല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ് മക്കളെ. സാർ, ആ ഫാമിലിക്ക് എപ്പോഴും അവിടെ തന്നെയാണ് താമസം. സാറിന് അറിയാവുന്ന ആരെങ്കിലും ആണോ കുട്ടിയെ വളർത്താൻ കൊണ്ടുവരിക്കുന്നത്? അങ്ങനെ ഒരു അസുഖമുള്ള കുട്ടിയെ ഏറ്റെടുത്തപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും എതിർത്തില്ലേ സാർ? എതിർപ്പുകൾ പലവിധമായിരുന്നു. അവരൊന്നും അത് മൈൻഡ് വെച്ചില്ല. അതിനൊക്കെ മുമ്പേ അവർ ആ ചെട്ടിയൂർ ഗ്രാമത്തിൽ നിന്ന് പോയിരുന്നു. എന്നിട്ടും ആ കുട്ടി ഇപ്പോഴും ഉണ്ടോ മാഡം? സുഖമില്ലാത്ത കുട്ടിയെ വേണ്ടി ചോദിച്ചതാ. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ നല്ല മാർക്ക് മേടിച്ച് സ്കൂളിൻ്റെ അഭിമാനമായി ഇന്നും ജീവിക്കുന്നു. ആരാണ് സാറേ ആ വലിയ മനുഷ്യൻ? നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ വലിയ മനുഷ്യൻ വേറെ ആരുമല്ല, ഞങ്ങളുടെ ഈ അച്ഛൻ തന്നെയാണ്. ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. Happy birthday Happy to birthday you. to you. Happy Happy birthday birthday to you. Happy Happy birthday birthday to to you. you. Happy birthday. ഇവരിൽ ആരാ സാറേ ആ കുട്ടി? എങ്കിലും പറ സാറേ, ആരാ പെൺകുട്ടി? അതുമാത്രം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. രണ്ടുപേരും എൻ്റെ മക്കളാണ്. ഞങ്ങളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങളുടെ ലോകം.
അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്നേഹത്തിന്റെ പാലാഴി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് എൻ്റെ അച്ഛനും അമ്മയും.